അമ്മേ, എനിക്ക് അവനെ ഇഷ്ടമാണ്. ഞാൻ അവന്റെ കൂടെ തന്നെ ജീവിക്കുകയും ചെയ്യും. അതിനി ആരെന്തൊക്കെ പറഞ്ഞാലും. ഞാനേ 25 വയസ്സുള്ള കുട്ടിയാ. എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. പിന്നെ എന്താ അമ്മയോടും അച്ഛനോടും പറഞ്ഞെന്ന് വെച്ചാൽ സ്വന്തം മോളുടെ ഒരു കല്യാണം കഴിക്കുമ്പോൾ അമ്മ അച്ഛൻ അറിഞ്ഞില്ല എന്ന് പറയരുത്. അതുകൊണ്ട് മാത്രം. ഇനി അതിന്റെ പേരിൽ അമ്മയും അച്ഛനും എൻ്റെ അടുത്ത് സംസാരിച്ചില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. ഞാൻ വെക്കുക. ഹലോ, കുറച്ച് സീനായി. അമ്മേൻ്റെ അടുത്ത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അമ്മ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു. ഇല്ലില്ല, കുഴപ്പമില്ല. നീ എവിടെയാ? ഞാൻ നമ്മൾ എന്ന് ഇരിക്കുന്ന പാർക്കിലുണ്ട്. നീ വരുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഇല്ല, കുഴപ്പമില്ല, വിളിച്ചാൽ മതി. ശരി. സമയം എത്രയായി? 5 മണിയാവരെ. ഞാനിങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും പുതിയത് പരിചയപ്പെടും. പിന്നെ അവരുടെ വിശേഷങ്ങളായി, കഥകളായി, അങ്ങനെ സമയം പോയി. വേണ്ട, ഞാൻ ഇതൊന്നും കഴിക്കാറില്ല. അയ്യോ, കഴിച്ചോ? ഞാൻ ഉണ്ടാക്കിയതാ. ഒരു 4:30 ആകുമ്പോൾ ഞാൻ പയ്യങ്ങ് ഇറങ്ങും. ഇതുപോലെ എന്നേലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് എന്നെ ഇതിലേ വരുന്നതല്ല, ഇറങ്ങും. പറ്റുന്ന പോലെ കേട്ടോ കൊടുക്കും. ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം. ആട്ടെ, മോൾ എന്നതാ ചെയ്യുന്നേ? പഠിക്കുവാന്നോ? ഇല്ല, ഞാൻ IT ഫീൽഡിൽ വർക്ക് ചെയ്യാം. കമ്പ്യൂട്ടറാ? മോളുടെ പേരെന്താ? വർഷ. വർഷ. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. 2 വർഷം മുമ്പ് റിട്ടയറായി. ഇപ്പൊ ഇതൊക്കെയാ വിനോദം. അങ്കിളിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാരും ഉണ്ടായേനെ കേട്ടോ. ഇതില്ലാണ്ടാക്കിയത് ഞാൻ. അതൊക്കെ ഒരു കഥ, കാലം. എനിക്കൊരു അനിയത്തിയായിരുന്നു. പഠിക്കാനൊക്കെ മിടുക്കിയായിരുന്നു കേട്ടോ. അവളെപ്പറ്റി ഓർക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ എന്നെ അഭിമാനമായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവൾക്കൊരു പ്രേമം. അതവൾ ഞങ്ങളോടൊട്ട് പറഞ്ഞില്ല. ഇതറിയാതെ ഞാനും അപ്പനും കൂടെ അവൾക്കൊരു കല്യാണം ആലോചിച്ചു. അതങ്ങ് ഉറപ്പിച്ചു. കല്യാണ തലേന്ന് നമ്മുടെ കൊച്ചു ആ പ്രേമിച്ച പയ്യൻ്റെ കൂടെ വിളിച്ചു. ഇത് സഹിക്കാൻ പറ്റാതെ അച്ഛൻ നെഞ്ചുവേദന വന്നു. ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് അച്ഛൻ മരിച്ചു. അച്ഛൻ പോയ വിഷമത്തിൽ അമ്മയും പോയി. പിന്നീട് എനിക്ക് അവളോട് അങ്ങോട്ടൊരു ദേഷ്യമായി. അവൾ കുറേ കത്തയച്ചായിരുന്നു കേട്ടോ. ഞാനതൊന്നും തുറന്നു പോലും നോക്കിയിട്ടില്ല. അവസാനമായിട്ട് 7 കൊല്ലം മുന്നേ അവൾ എനിക്ക് കത്തയച്ചു. ഞാനത് അവിടെ തന്നെ വെച്ചു. വായിക്കാൻ കൂട്ടാക്കി. ദുരഭിമാനമാണോ ആത്മാഭിമാനമാണോ? പക്ഷെ പിന്നീട് ഒരിക്കലും ഞാൻ ആ കത്തെടുത്ത് വായിച്ചു. അതിനകത്ത് ക്ഷമാപണമോ കുറ്റപ്പെടുത്തലോ ഒന്നും അല്ലായിരുന്നു. രോഗവിവരമായിരുന്നു. ക്യാൻസർ 4th സ്റ്റേജ്. ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല എന്നൊക്കെയാണ് അതിനകത്ത് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അവളെ കുറിച്ചതാ. അവളുടെ അഡ്രസ്സും ഒക്കെ അതിനുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അവളുടെ അഡ്രസ്സും തപ്പി പിടിച്ചങ്ങ് പോയി. എന്നിട്ട് കാണാൻ പറ്റുമോ? കണ്ടു. കുറേ നാള് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും ചെയ്തു. അവസാന നാളുകൾ എൻ്റെ കൂടെ നിൽക്കണമായിരുന്നു അവൾ ആ കത്തിൽ എഴുതിയത്. അതുപോലെ തന്നെ സംഭവിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങളായിരുന്നു അതെന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നു. ഞാൻ കുറേ ആലോചിച്ചു കുഞ്ഞെ, എന്തിനായിരുന്നു ഞാനിങ്ങനെ ഇത്രയും നാൾ അവളോട് ദേഷ്യപ്പെട്ട് വാശി പിടിച്ചതെന്ന്. ഉത്തരവില്ല. ചില ബന്ധങ്ങളാണ്, അവർ നമുക്ക് വേണ്ട. അവരില്ലെങ്കിലും നമുക്കങ്ങ് ജീവിക്കാം.
എന്നൊക്കെ തോന്നും, പ്രത്യേകിച്ച് പ്രായത്തിൽ. പക്ഷെ മോളെ, കണ്ണില്ലാതാവുമ്പോഴേ നമുക്ക് കണ്ണിങ്ങനെ വിലറിയത്തുള്ളൂ. ഹലോ, ആ നീ എത്തിയോ? ഇങ്ങനെ പോരാ. മോളിപ്പോൾ ചെല്ല്, നമുക്ക് ഇനിയും കാണാം. ഞാൻ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും. പിന്നെ ഇത് കഴിക്കാൻ മറക്കണ്ട കേട്ടോ. പോട്ടെ. ശരി. ഹലോ അമ്മ.